ശുഭമായൊരാനന്ദം നൽകിയിടുവാൻ അവതാരം ചെയ്തൊരു തമ്പുരാനേ, ശുഭമായൊരാനന്ദം നൽകിയിടുവാൻ അവതാരം ചെയ്തൊരു തമ്പുരാനേ, ആനന്ദപ്പൂമധു നൽകിടുന്ന കാരുണ്യക്കാതലെ തമ്പുരാനേ, 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 ശുഭമായൊരാനന്ദം നൽകിയിടുവാൻ അവതാരം ചെയ്തൊരു തമ്പുരാനേ. ആനന്ദപ്പൂമധുവുണ്ണുവാനായി ആർത്തിയോടാത്മാക്കളെത്തിടുന്നു, ആനന്ദപ്പൂമധുവുണ്ണുവാനായി ആർത്തിയോടാത്മാക്കളെത്തിടുന്നു. നമ്മുടെ ആത്മബോധോദയ സംഘത്തിലെ സന്യാസ സംഘത്തിൽ വളരെ കാലം പ്രവർത്തിച്ച് കടന്നു നിൽക്കുന്ന നമ്മുടെ മാധവാനന്ദ സ്വാമിയുടെ ആത്മശാന്തിക്കായുള്ള നിലവിളക്ക് സമർപ്പണം കൂടിയാണ് ഇന്ന് ഈ ആരാധനയിൽ വെച്ച് നടത്തുന്നത്. ഗംഭീരമായ ഒരാരാധന നടത്തി അതിനുശേഷം ഇപ്പോൾ ഈ നിലവിളക്ക് സമർപ്പിക്കുകയാണ്. 27 ആചാര്യന്മാരുടെ കൂട്ടത്തിലും 12 ആചാര്യന്മാരുടെ കൂട്ടത്തിലും ജഗതീശ്വര കാരുണ്യത്താൽ നിയോഗിക്കപ്പെട്ട ഒരു മഹത് വ്യക്തിത്വമായിരുന്നു. അതോടൊപ്പം നമ്മുടെ ട്രസ്റ്റിൻ്റെ അംഗമായിരുന്നു. ഇതൊക്കെ നമ്മൾ ബാഹ്യമായി ചിന്തിക്കുമ്പോൾ ഓരോ സ്ഥാനമാനങ്ങളെന്ന് തോന്നിയേക്കാം. തീർച്ചയായിട്ടും സ്ഥാനമാനങ്ങൾ തന്നെയാണ്. പക്ഷേ അതിലെല്ലാം ഉപരി ദൈവകർമ്മം എൻ്റെ കർമ്മം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി സർവാത്മന പ്രവർത്തിക്കുവാനുള്ള ഒരു സദ്ബുദ്ധി ഈശ്വരൻ പ്രദാനം ചെയ്ത ഒരു പുണ്യാത്മാവായിരുന്നു എൻ്റെ മാധവാനന്ദ സ്വാമി. അതാണ് ഏറ്റവും വലിയ കാര്യമായി ഞാൻ കണക്കാക്കുന്നത്. അവസാന സമയം രോഗം മൂർച്ഛിച്ച് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവിടെ വെച്ച് പറഞ്ഞ ഒരു വാക്ക് എപ്പോഴും ഓർക്കുന്ന, എല്ലാവരും ചിന്തിക്കേണ്ടുന്ന, അറിവോടുകൂടി ആലോചിക്കേണ്ടുന്ന ഒരു വാക്കാണ്. ഭഗവാന്റെ നേർച്ചധനം ഇതിനുവേണ്ടി ഒരുപാട് ഉപയോഗിക്കാൻ ഇടയാവരുത്. ഭഗവാനോട് പറയണം ഇതിന് വേഗം തീരുമാനമുണ്ടാക്കാൻ എന്നൊരു ശബ്ദമാണ് ഉണ്ടായത്. അത് ദൈവത്തെയും ദൈവകർമ്മങ്ങളെയും ഈ ധർമ്മധനത്തെയും ഒക്കെ കൃത്യമായ അറിവോടുകൂടി ഹൃദയത്തിൽ കരുതിയിട്ടുള്ളവർക്ക് മാത്രമേ ആ ചിന്ത ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ പലരും എന്നോട് അറിയിച്ചിട്ടുമുണ്ട്. ആ വിധത്തിൽ അവരൊക്കെ കടന്നു പോയിട്ടുമുണ്ട്. കൂടുതൽ ഈ ധർമ്മധനം എനിക്ക് ഉപയോഗിക്കാൻ അവസരമുണ്ടാകരുത് എന്നുള്ള തീരുമാനം, അപ്രകാരം ആ തീരുമാനമാണ് ആ മൂർധന്യാവസ്ഥയിലും അടുത്തു നിന്നവരോട് അറിയിച്ചത്. ഇതൊക്കെ ദൈവത്തിൻ്റെ ഗുണങ്ങളാണ്. അപ്രകാരം ദൈവഗുണങ്ങൾ സിദ്ധിച്ച ആ പുണ്യാത്മാവിന് വേണ്ടി നമുക്ക് ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കാം, ശാന്തിക്കായി പ്രാർത്ഥിക്കാം. മഹാശക്തി ആത്മാവിനെ സ്വീകരിക്കട്ടെ, ആത്മമോക്ഷം ആത്മാനന്ദം ദാനം ചെയ്യുമാറാകട്ടെ. ശാന്തി തരിക ദേവാ, 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 ശാന്തി ദേവാ. ആയിരമായിരം പുഷ്പങ്ങൾ നന്ദിയായി പാദത്തിൽ അർപ്പിക്കുന്നേ. ആയിരം
പാദത്തിൽ അർപ്പിക്കുന്നേ. ആയിരം നാവുകൾ അനന്തനാൽ വർണ്ണിപ്പാൻ സാധ്യമാവാത്തത്ര നന്ദിയുണ്ട്. ആയിരം ആയിരം നാവുകൾ അനന്തനാൽ വർണ്ണിപ്പാൻ സാധ്യമാവാത്തത്ര നന്ദിയുണ്ട്. ആയിരം നാവുള്ള അനന്തനാൽ പോലും വർണ്ണിപ്പാൻ സാധ്യമാകാത്ത വിധം നന്ദി ഓരോ ഹൃദയങ്ങളിലും നിറഞ്ഞു തുളുമ്പുന്ന അവസ്ഥയിലാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ പൂരം ജന്മനക്ഷത്രം നടത്തപ്പെട്ടത്. ഉന്നതനാകുന്ന ഗുരു ലോകത്തിലേക്ക് തിരുവവതാരമായി വന്ന ദിനം അതെല്ലാ പ്രകാരത്തിലും മോടിയോടുകൂടി ആഘോഷിക്കേണ്ടത് ഭക്തലോകത്തിൻ്റെ കടമയാണെന്നുള്ള ആ കൃത്യബോധം ഈശ്വരനാൽ തന്നെ ഓരോ ഹൃദയങ്ങളിലേക്കും പകർന്നു കൊടുത്ത ആ അറിവിൽ കൂടി എന്തെല്ലാം നേർച്ചകളും കാഴ്ചകളും വിവിധ വിധത്തിലുള്ള ഒരുക്കങ്ങളും ഒക്കെയായി സന്താനങ്ങൾ വന്നു ചേർന്ന് ജന്മനക്ഷത്ര സ്തുതിയിലും അതുപോലെ നടന്ന ഓരോ പരിപാടികളിലും ഘോഷയാത്രയിലും പ്രകാശയാത്രയിലും പ്രദക്ഷിണ ഘോഷയാത്രയിലും എല്ലാം പങ്കെടുത്ത് അങ്ങനെ ആനന്ദം 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 സർവത്ര ആനന്ദം അനുഭവിച്ചു എന്നുള്ളത് സത്യമാണെങ്കിൽ ഒന്ന് കൈയടിച്ചു കേട്ടത്. ഇങ്ങനെ ഹൃദയം നിറച്ച ആനന്ദം തരുവാൻ കഴിവുള്ള ഒരാളേ ഉള്ളൂ. ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ ലോകത്തിൽ പല കാര്യത്തിൽ നിന്നും നമുക്ക് ആനന്ദം അനുഭവിക്കാം. അതെല്ലാം ക്ഷണനേരം കൊണ്ട് മാറിപ്പോകും. പലരും അതിനെ ആനന്ദമെന്ന് പേരിട്ട് വിളിക്കുകയാണ്. യഥാർത്ഥമായ ആനന്ദം ഹൃദയേശ്വരനാകുന്ന പരമേശ്വരൻ ആ മഹാകാരുണ്യത്തിൽ കൂടി അനുഭവമാക്കുന്ന ആനന്ദമാണ്. ശുഭമായൊരാനന്ദം നൽകിടുവാൻ അവതാരമായി വന്ന തമ്പുരാനേ, ശുഭമായൊരാനന്ദം ആനന്ദപ്പൂമധു നൽകിടുന്ന കാരുണ്യകാതരേ തമ്പുരാനേ, അവതാരമായി വന്ന തമ്പുരാനേ, ശുഭമായ ശുഭമായ അഥവാ മംഗളകരമായ ആനന്ദം ആത്മലോകത്തിൽ പ്രദാനം ചെയ്യുവാൻ അവതാരമായി വന്ന മഹാശക്തി തന്നെയാണ് പ്രത്യക്ഷമായി നിന്നുകൊണ്ട് 144ാമത് പൂരം ജന്മനക്ഷത്രം നടത്തിയത്. എല്ലാവിധത്തിലും അത് ഭക്തഹൃദയങ്ങളിൽ അനുഭവമായി എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് ഇപ്പോൾ കേട്ട കയ്യടി. അതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നു ചേർന്ന ഓരോ ഹൃദയങ്ങളും ഹൃദയം തുടിക്കുന്ന ആ ആനന്ദത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴും കഴിഞ്ഞുകൂടുന്നത്. കാരണം ഇതൊരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ ഉള്ളതല്ല. ക്ഷണമാത്രം കൊണ്ട് ഇറങ്ങിപ്പോകുന്നതോ മയങ്ങിപ്പോകുന്നതോ അല്ല. ദൈവം അനുഭവമാക്കുന്ന ആനന്ദം ചിരകാലം ആത്മാവിൽ നിലനിൽക്കുന്നതാണ്. എന്നാൽ അതിനെ നഷ്ടമാകാതെ സൂക്ഷിക്കുവാനുള്ള ചില വ്യവസ്ഥകളുണ്ട്. ഈ 10 ദിവസവും ഞാൻ അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. കാരണം നഷ്ടമായി പോയാൽ പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റുകയില്ല. സൂക്ഷിച്ചു വയ്ക്കുക എന്നുള്ളതല്ലാതെ ഇതിന് വേറെ മാർഗമൊന്നുമില്ല. ദൈവം അനുഭവമാക്കുന്ന ഈ ആനന്ദത്തെ സൂക്ഷിച്ചു വയ്ക്കുവാനുള്ള
ഏക മാർഗം സത്യം പാലിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അപ്രകാരം സത്യം പാലിച്ച് ജീവിക്കുന്നവരിലെ ആ ആനന്ദം അങ്ങനെ നിറഞ്ഞു നിലനിൽക്കും. ഇനിയും ഈ ജന്മനക്ഷത്രം ആഘോഷിക്കുന്ന സമയത്ത് വരുമ്പോൾ വീണ്ടും അതിനെ പുതുക്കി നമ്മൾ എടുക്കുകയാണ്. നഷ്ടമാകുന്നില്ല. വീണ്ടും വീണ്ടും ഇങ്ങനെ വർദ്ധിച്ച് അങ്ങനെ പല പ്രകാരത്തിൽ ആനന്ദം അങ്ങനെ പടിപടിയായി ഉയർന്നു വരുമ്പോഴാണ് പൂർണ്ണാനന്ദമായി തീരുന്നത്. അപ്പോഴാണ് സമ്പൂർണ്ണാനന്ദ സ്വരൂപനാകുന്ന ശുഭാനന്ദ രൂപത്തെ അകതാരിൽ കണ്ടുകൊണ്ട് നമ്മൾ ആനന്ദിക്കുന്നത്. അപ്പോൾ ആ അവസ്ഥയിലേക്ക്, ഉന്നതമാകുന്ന ശുഭാനന്ദത്തിലേക്ക് എത്തിച്ചേരുവാൻ എല്ലാ ഹൃദയങ്ങളെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ നന്ദി പ്രാർത്ഥന നടത്തുന്ന ഈ ദിനത്തിൽ നമ്മൾ ഇപ്പോൾ നിലവിളക്ക് സമർപ്പിച്ച നമ്മുടെ മാധവാനന്ദ സ്വാമിയുടെ ആ ഉന്നതമായ ത്യാഗജീവിതത്തെപ്പറ്റി ഒരു അനുസ്മരണം കൂടി നടത്തണം എന്ന് ഞാൻ ആലോചിക്കുകയാണ്. അപ്പോൾ രണ്ടും കൂടി ചേർത്ത് ആരെങ്കിലും ആ സ്വാമിയെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ആരെങ്കിലുമൊക്കെ 1-2 പേര് ഒരു അനുസ്മരണം നടത്തി നന്ദിയും പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് വിചാരിക്കുകയാണ്. കാരണം അതും അത്യാവശ്യമാണ്. കാരണം മറ്റൊന്നും ചിന്തിക്കാതെ, ലോകകാര്യങ്ങളിലൊന്നും പോയി കൂടുതൽ ബന്ധപ്പെടാതെ ദൈവകർമ്മം തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിച്ച അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ജന്മമാണ് നമ്മുടെ മാധവാനന്ദ സ്വാമി. തീർച്ചയായും അതിനെ അനുസ്മരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ആ കർമ്മം കൂടി ഇതോടൊപ്പം നടത്തുകയാണ്. വിളിക്കപ്പെടുന്നവർ അധിക സമയം എടുക്കാതെ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് സമയം ക്രമീകരിച്ചാൽ നമുക്ക് കൂടുതൽ ആളുകളിൽ നിന്നത് കേൾക്കാനുള്ള അവസരമുണ്ടാകും. എല്ലാം ഈശ്വര കാരുണ്യത്താൽ നടത്തട്ടെ. ഉന്നതനാകുന്ന ദൈവത്തിൻ്റെ മഹാകാരുണ്യമാണ് ഒരു ഹൃദയത്തിലേക്ക് തൻ്റെ അറിവുകളെ അനുഭവമാക്കുക എന്നുള്ളത്. എല്ലാവരിലേക്കും അത് അനുഭവമാക്കുവാനാണ് ദൈവം പാടുപെടുന്നത്. മാധവാനന്ദ സ്വാമിയെ സംബന്ധിച്ച് ഈ അറിവിൽ കൂടി സർവദാ ജീവിക്കുവാൻ തക്ക വിധം വലിയ പ്രസംഗമോ വലിയ പാട്ടോ അങ്ങനെയൊന്നുമല്ല. പക്ഷേ കർമ്മങ്ങളെല്ലാം വളരെ കൃത്യമായിരിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വലിയ പാട്ടുകാരനാണോ എന്ന് ചോദിച്ചാൽ അല്ല, വലിയ പ്രാസംഗികനാണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ ഇതെല്ലാം ചെയ്യുകയും ചെയ്യും. അത്യാവശ്യമെന്ന് കണ്ടാൽ ഇതെല്ലാം ചെയ്യും. എത്രയോ സ്ഥലങ്ങളിൽ സമ്മേളനങ്ങളിലും അതുപോലെ ആരാധനാവേദികളിലും ഒക്കെ പ്രസംഗിച്ചിട്ടുണ്ട്, പാട്ട് പാടിയിട്ടുണ്ട്. സ്തുതിക്കൊക്കെ ഇഷ്ടം പോലെ പാട്ട് പാടും, എല്ലാം ചെയ്യുമെങ്കിലും അതിലൊന്നുമല്ല ശ്രദ്ധ കൂടുതൽ എന്തിലാണ്? കർമ്മം ചെയ്യുന്നതിലായിരുന്നു. അനേകം ശാഖാ മന്ദിരങ്ങൾ നിർമ്മിക്കുമ്പോൾ ആദ്യകാലത്ത് നമ്മുടെ ദയാനന്ദ സ്വാമിയോടൊപ്പമായിരുന്നു പ്രവർത്തിച്ചിരുന്നത് വെള്ളവസ്ത്രത്തിൽ. അത് കഴിഞ്ഞ ആഴ്ചയിലാണ് കാഷായം കൊടുത്തു. ആ വെള്ളവസ്ത്രത്തിൽ ഇരിക്കുമ്പോൾ എങ്ങനെ പ്രവർത്തിച്ചിരുന്നു അതിനേക്കാൾ ഉപരിയായി കാഷായ വസ്ത്രം ധരിച്ചപ്പോഴും പ്രവർത്തിച്ചു. അല്പസ്വല്പം മേശരിപ്പണിയൊക്കെ അറിയാം. ആ ആശ്രമങ്ങളൊക്കെ പണിയുന്ന സമയത്ത് അതിൻ്റെ കൂടെ അങ്ങ് ഇറങ്ങും, അവരുടെ കൂടെ കരണ്ടി എടുത്തിറങ്ങും. ഞാൻ കാവ്യം എടുത്തേക്കാം, ഇതൊന്നും ചെയ്തുകൂടാ, അങ്ങനെയൊന്നുമില്ല. അപ്പോഴാണ് കൂടുതൽ ചെയ്യാൻ സന്നദ്ധനായത്. അങ്ങനെ കർമ്മം മുന്നിട്ട് ചെയ്യുവാൻ തയ്യാറായ ഒരാത്മാവ് എന്ന് പറയുന്നത് അറിവ് എത്തിയവർക്ക് മാത്രമേ പറ്റൂ. പല ആളുകളും ധരിച്ചിരിക്കുന്നത് ഈ കാഷായം ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ കർമ്മം ചെയ്യരുതെന്നാണ്. ഒരു സ്വാമി ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഇന്ന സ്വാമി ഇന്നതുപോലൊക്കെ അവിടെ കർമ്മമൊക്കെ ചെയ്യുന്നുണ്ട്, സന്യാസിമാർ ആത്മീയരല്ലേ, അവരിങ്ങനെ പറമ്പിലിറങ്ങി പണിയേണ്ട ആവശ്യമുണ്ടോ? ഒരു സംശയം. ഞാൻ ആ സ്വാമിയോട് ചോദിച്ചു, നിങ്ങൾ ഈ സ്ഥാപനത്തിൽ വന്ന് ഇതെല്ലാം കണ്ടു വളർന്നതല്ലേ, ഇവിടെ ആരൊക്കെയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്? ആദ്യ സമയങ്ങളിൽ വിറക് കീറുന്നതായാലും വെള്ളം കോരുന്നതായാലും മുറ്റം തൂക്കുന്നതായാലും എല്ലാം സന്യാസിമാരായിരുന്നു. അന്നതിന് ആക്ഷേപമില്ല. ഇപ്പോഴും ആക്ഷേപം ഉണ്ടായിട്ടല്ല. ഇപ്പം വെള്ളവസ്ത്രക്കാരൊക്കെ ഉള്ളതുകൊണ്ട് പലരും വെള്ളവസ്ത്രക്കാരാണ് ചെയ്യുന്നതെങ്കിലും ഇപ്രാവശ്യവും പല കാര്യങ്ങളും ചെയ്തത് നിങ്ങൾ പൂരത്തിന് തന്നെ കണ്ടു കാണുമല്ലോ. നിങ്ങൾ കഴിച്ച എച്ചിൽ പാത്രം കഴുകാനായാലും നിങ്ങൾക്കുള്ള ആഹാരങ്ങൾ ഒരുക്കാനായാലും വിളമ്പാനായാലും എല്ലായിടത്തും സന്യാസിമാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ മാതൃകയായി നിന്ന് ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ അറിവിൽ കൂടിയാണ്. കൽപ്പനയെ പാലിക്കുക, അതാണ് ഒരു ശിഷ്യനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനം. എന്താണ് കൽപ്പന ആയത് പാലിക്കുക? ആ വിധത്തിൽ കൽപ്പന പാലിച്ച് ജീവിച്ചതിൻ്റെ ഫലം ഉന്നതനാകുന്ന ദൈവത്തിൻ്റെ മഹാഹൃദയത്തിലേക്ക് മാധവാനന്ദ സ്വാമി ചേർക്കപ്പെട്ടിരിക്കുന്നു. അതിനെയും കൂടി അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ആരാധന നടത്താം. സർവശക്തി ആത്മാവിനെ സ്വീകരിക്കട്ടെ. ഈ ആരാധനയിൽ കൂടി ജഗദീശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഉദയം ചെയ്തോരുടയവനെ, ഉന്നത ഭാഗ്യം തന്നവനെ, ഉദയം ചെയ്തോരുടയവനെ, ഉന്നത ഭാഗ്യം തന്നവനെ.
ദൈവം, ഗബരലോകത്തിന്റെ ഉടമസ്ഥനായ ദൈവം, തിരുവവതാരമായി വന്ന പുണ്യപൂരത്തെ ആഘോഷിച്ചതിന്റെ വർണ്ണനകളാണ് ഇപ്പോൾ കൂടുതൽ നിങ്ങൾ ശ്രവിച്ചത്. ആ പുണ്യപൂരത്തെ സ്വീകരിച്ച് പൂരമായി തീരാൻ ത്യാഗം സഹിച്ച ആ ഒരു പുണ്യാത്മാവിന്റെ ആ ത്യാഗജീവിത വർണ്ണനകൾ കൂടിയാണ് അതിനോടൊപ്പം വർണ്ണിച്ചു കേട്ടത്. പൂരത്തെ സ്വീകരിക്കുക, പൂരമായി തീരുക, അതാണ് മർത്യന്മങ്ങൾ പഠിക്കേണ്ടത്. ഇഹപര ലോകം തെളിയിക്കുന്ന പൂരമാണ് അവതാരമായി വാഴുന്നത്. ഒരു ലോകം കൊണ്ടത് പൂർണ്ണമാവുകയില്ല. 14 ലോകവും തന്നിൽ അടക്കം ചെയ്തിരിക്കുകയാണ്. പൂരത്തെ സ്വീകരിക്കുന്നവർ അതെല്ലാം കാണുവാനും അറിയുവാനും അനുഭവിക്കുവാനും കഴിയും. അതിനുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. 14 ലോകം തെളിയിച്ചേ പോകൂ എന്ന് കൽപ്പിച്ചത് അതുകൊണ്ടാണ്. അപ്പൊ പൂരത്തെ സ്വീകരിക്കുമ്പോ പൂർണ്ണമായും സ്വീകരിക്കണം, എങ്കിലേ ഇഹപരലോകം തെളിഞ്ഞു കാണുവാൻ കഴിയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, പൂരത്തെ സ്വീകരിക്കുക, പൂരമായി തീരുക. പൂരം പൂർണ്ണജ്ഞാനമാണ്. പൂർണ്ണമെന്ന് പറഞ്ഞാൽ പോരാ, സമ്പൂർണ്ണജ്ഞാനമാണ്. അങ്ങനെ സമ്പൂർണ്ണ ജ്ഞാനത്തെ അവതരിപ്പിക്കുവാൻ വന്ന കരുണാനിധിയുടെ അവതാരസുദിനത്തെ ഘോഷിച്ചപ്പോൾ ആത്മാക്കളിൽ ആനന്ദമുണ്ടായി. എന്തുകൊണ്ട്? ആനന്ദപൂരമാണ് നമ്മൾ ആഘോഷിച്ചത്. ഈ മഹോത്സവത്തെ മനോത്സവമായി നടത്തണമേ എന്ന് പൂർവ്വപിതാക്കന്മാർ പ്രാർത്ഥിച്ചിരുന്നു. അതിതാ വളർന്നു വർദ്ധിച്ച് ആനന്ദോത്സവമായി തീർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോ ഹൃദയങ്ങളിലും ആനന്ദപൂരത്തെ വർഷിച്ചുകൊണ്ട് നടത്തപ്പെട്ട പുണ്യപൂരത്തിന്റെ വർണ്ണനകൾ അവിടെവിടങ്ങളിൽ നിന്ന് ഓരോരുത്തരുടെ നാവുകളിൽ കൂടി നിങ്ങൾ കേട്ടു. ഇനിയും അനേകം അനുഭവങ്ങൾ ഓരോരുത്തർക്കും പറയാനുണ്ടാവും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. അതിൽ അത്ഭുതാനുഭവങ്ങൾ ഉണ്ടാകും. അതെല്ലാം എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നന്ദിയോടുകൂടി ജീവിക്കുക. അതാണ് ഈശ്വരൻ സ്വീകരിക്കുന്ന ഏറ്റവും വലിയ മാർഗം. ഒരു കാര്യം നടത്തപ്പെട്ടു, അതിൽ നിന്ന് നമുക്കൊരു നന്മ അനുഭവമായി. ആ അനുഭവത്തെ ഏത് വിധത്തിലാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്? അത് സ്വർണം വാങ്ങിച്ച് അലമാരിയിൽ കൊണ്ടുവെക്കുന്ന പോലെയാണോ? ഒരിക്കലുമല്ല. അതിൽ നിന്ന് ലഭിച്ച ആ പൂർണ്ണത, ആ അനുഭവ ഭാഗ്യം, പറയണം പരന്മാരോട് അനുഭവം ഓരോന്നായി പറയണം. പറയണം പരന്മാരോട് അനുഭവം ഓരോന്നായി പറയണം. അനുഭവിച്ചറിഞ്ഞവർ പറഞ്ഞിടണോ. പറയണം
പാരറിവുള്ളോരായിടണം മനുഷ്യലോകമോ. അനുഭവമായ ഭാഗ്യം അറിഞ്ഞു വാഴ്ത്തി സ്തുതിപ്പാൻ. പാരറിവുള്ളോരായിടണം മനുഷ്യലോകമോ. അറിവ് വർദ്ധിച്ചിടുമ്പോൾ അനുഭവം വർദ്ധിച്ചിടും. അറിവ് വർദ്ധിച്ചിടുമ്പോൾ അനുഭവം വർദ്ധിച്ചിടും. അതുമൂലം ആനന്ദവും അനുഭവിക്കാം. അറിവ് വർദ്ധിച്ചിടുമ്പോൾ അനുഭവം വർദ്ധിച്ചിടും. അതുമൂലം ആനന്ദവും അനുഭവിക്കാം. അറിഞ്ഞറിഞ്ഞാരാധിക്കും അനുഭവസ്ഥർക്കുള്ളിൽ താൻ. അറിഞ്ഞറിഞ്ഞാരാധിക്കും അനുഭവസ്ഥർക്കുള്ളിൽ താൻ. താൻ ആനന്ദ നൃത്തം ചെയ്തുള്ളു പാടുന്നുണ്ട്. ആനന്ദ നൃത്തം ചെയ്തെന്നും പാടിയിടുന്നുണ്ട്. ആനന്ദ നൃത്തം ചെയ്തെന്നും പാടിയിടുന്നുണ്ട്. ആനന്ദ നൃത്തം ചെയ്തെന്നും പാടിയിടുന്നുണ്ട്. ഉണ്ടാകുന്ന അനുഭവങ്ങളെ കൂടുതൽ കൂടുതൽ ചിന്തിക്കുക. ഉന്നതമായ അനുഭവങ്ങളെ കൂടുതൽ കൂടുതൽ ചിന്തിക്കുക. അതിനെ തന്നെ മനനം ചെയ്യുക. അതിനെ തന്നെ മനനം ചെയ്യുക. അത് തന്നെ മനസ്സിൽ ഉറപ്പിക്കുക. അത് തന്നെ മനസ്സിൽ ഉറപ്പിക്കുക. ഈ ഉറപ്പിക്കുക എന്ന് പറയുന്നത് വലിയ കർമ്മമാണ്. ഉറപ്പിക്കുക എന്ന് പറയുന്നത് വലിയ കർമ്മമാണ്. കാരണം അങ്ങനെ പറയാനുള്ള കാരണം അങ്ങനെ കൽപ്പിക്കുക. അനേകം അനുഭവങ്ങൾ ഇവിടെ വന്ന് എന്നെ കണ്ട് അനേകർക്കുണ്ടായിട്ടുണ്ട്. അനേകം അനുഭവങ്ങൾ തൃപ്പാദത്തിൽ വന്ന് ഭഗവാനെ കണ്ടവർക്ക് അനേകർക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതിനെയൊക്കെ വിമർശിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില ആളുകൾ, ഇതിനെയൊക്കെ വിമർശിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യുന്ന ചില ആളുകൾ അതും ലോകത്തിൽ നിലനിർത്തിയിരിക്കുന്നതാണ്. ലോകത്തിൽ അവരെന്തെങ്കിലുമൊക്കെ ഒന്ന് മോശപ്പെടുത്തി പറഞ്ഞാൽ അവരെന്തെങ്കിലുമൊക്കെ ഒന്ന് മോശപ്പെടുത്തി അയ്യോ അത് പറയുന്നത് ശരിയാണല്ലോ എന്ന് തോന്നലുണ്ടായിട്ട് ഈ നല്ല കാര്യം അങ്ങ് മറന്ന് മാറിപ്പിക്കളയും. അത് പറയുന്നത് ശരിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നല്ല കാര്യങ്ങൾ മറന്നു ഈ അനുഭവ ഭാഗ്യത്തെ, ഈ അനുഭവ ഗുണത്തെ നഷ്ടപ്പെടുത്തി കളയും. ഈ അനുഭവ ഭാഗ്യത്തെ, ഈ അനുഭവ ഗുണത്തെ നഷ്ടപ്പെടുത്തി കളയും. എന്തുകൊണ്ടാണത്? അറിവിൽ കൂടി ആലോചിച്ച് അനുഭവത്തെ അവരവരിൽ ഉറപ്പിച്ചില്ല എന്നതുകൊണ്ടാണ്. അറിവിൽ കൂടി ആലോചിച്ച് അനുഭവത്തെ അവരവരിൽ ഉറപ്പിച്ചില്ല എന്നുള്ളത്. ഇതുപോലെയാണ് പരമമായ ഭാഗ്യത്തിൽ എത്തിച്ച പല ആളുകളും നഷ്ടമായി പോയത്. ഇതുപോലെയാണ് പരമമായ ഭാഗ്യത്തിൽ എത്തിച്ച പല ആളുകളും നഷ്ടമായി. അതുകൊണ്ട് നഷ്ടമായി പോകാത്ത ജീവിതം ചെയ്യുവാൻ ഇതിനെ ആലോചിച്ച് ഉറപ്പിക്കുക. അതുകൊണ്ട് നഷ്ടമായി പോകാത്ത ജീവിതം ചെയ്യുവാൻ ഇതിനെ ആലോചിച്ച് ഉറപ്പിക്കുക. ഓരോന്നും ദൈവം അനുവദിച്ചു തരുന്ന ഓരോന്നിന്റെയും മഹത്വം ആലോചിച്ച് ഉറപ്പിക്കണം. ദൈവം അനുവദിച്ചു തരുന്ന ഓരോന്നിന്റെ മഹത്വം ആലോചിച്ച് ഉറപ്പിക്കുക എന്നുള്ള ഒരു മഹനീയ കർമ്മമാണെന്ന് ഓരോരുത്തരുടെയും ബുദ്ധിയിൽ ഉദിച്ചു നിൽക്കണം. എന്നാൽ ആവശ്യമില്ലാത്തതിനെ ഒക്കെ എപ്പോഴെപ്പോൾ തള്ളിക്കളയുകയും വേണം. മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മൾ സാധനങ്ങൾ, വില കൂടിയ ചില സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരുമ്പോ അതിനെ പൊതിഞ്ഞു കിട്ടുന്ന പലതരം വർണ്ണ ചിത്രങ്ങളോടുകൂടിയ പേപ്പറുകളും കവറുകളും ഉണ്ടാവും.
പൊതിഞ്ഞു കെട്ടുന്ന വർണ്ണചിത്രങ്ങളോടുകൂടിയ പേപ്പറുകളോ കവറുകളോ ഉണ്ടാകും. അപ്പൊ ഇതെല്ലാം കൂടി വീട്ടിലെങ്ങനെ അങ്ങ് സൂക്ഷിച്ചു വെച്ചാൽ, ഇതെല്ലാം കൂടി വീട്ടിലങ്ങ് സൂക്ഷിച്ചു വെച്ചാൽ, വിലയേറിയ സാധനങ്ങൾ അതിൻ്റെതായ ഉപയോഗത്തിൽ കൊണ്ടുപോവുകയും ഉപയോഗിക്കുകയും അതൊക്കെ കഴിഞ്ഞു പോവുകയും ചെയ്യും. വിലയേറിയ സാധനങ്ങൾ അതിൻ്റെതായ ഉപയോഗത്തിൽ ഉപയോഗിക്കുകയും അതൊക്കെ സമയം കഴിഞ്ഞു. ആഹാരമാണെങ്കിൽ അത് കഴിക്കും, ദഹിക്കും. ആഹാരമാണെങ്കിൽ അത് കഴിക്കും. വേറെ എന്തെങ്കിലും സാധനമാണെങ്കിൽ അതിന്റെ ഉപയോഗത്തിലേക്ക് അത് മാറ്റപ്പെടും. വേറെ ഏതെങ്കിലും സാധനമാണെങ്കിൽ അതിന്റെ ഉപയോഗത്തിലേക്ക് അത് മാറ്റപ്പെടും. ഈ കൊണ്ടുവരുന്ന പൊതിഞ്ഞു കൊണ്ടുവരുന്ന പേപ്പറുകളും കവറുകളും ഒക്കെ ഇങ്ങനെ കൂട്ടി 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 വെച്ചാൽ അതിനെ കൊണ്ട് മറ്റൊരു വലിയ പ്രയോജനം നടക്കുകയുമില്ല. നമ്മുടെ ഭവനത്തിന്റെ നല്ലൊരു ഭാഗം അതും കവർന്നെടുക്കുകയും ചെയ്യും. ഇതുപോലെ അന്യതാചിന്തയുമായി നടക്കുന്ന ചില അബദ്ധചിന്തക്കാരുണ്ട്. അവർക്ക് ജന്മാന്തരമായ ദോഷമുള്ളത് കൊണ്ട് ഈ ജന്മാന്തര ഗുണവും അതിനോട് അനുബന്ധമായ കാര്യങ്ങൾ അവരിലേക്ക് ഭവിക്കുകയില്ല. ഒരിക്കലും ഗുരുകൽപ്പനകൾ അവരിലേക്ക് ഭവിക്കുകയില്ല. ഗുരു ഇച്ഛകൾ അവരിലേക്ക് ഭവിക്കുകയില്ല. അങ്ങനെയുള്ളവർ ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും എപ്പോഴും ചർച്ച ചെയ്യുന്നത്. ആരാധനയിൽ കൂടി എല്ലാവരും ആനന്ദിക്കുമ്പോഴും ഇവരുടെ നോട്ടം മറ്റു ചില കാര്യങ്ങളിലായിരിക്കും. എല്ലാവരും ഗുരുത്വമുള്ളവരെല്ലാം അങ്ങനെ ആനന്ദിച്ചാറാടുമ്പോ അപ്പോഴും അവരുടെ ചിന്ത ആരുടെയെങ്കിലും തുള്ളലോ അല്ലെങ്കിൽ അവരുടെ വസ്ത്രമോ അല്ലെങ്കിൽ ആ വിധത്തിലുള്ള കാര്യങ്ങളിലേക്കായിരിക്കും അവരുടെ ചിന്തകൾ. ആ ദുഷിച്ച മനസ്സുകളിൽ ദുഷിച്ച ചിന്തയെ വരികയുള്ളൂ. അപ്പൊ ആ വിധത്തിലുള്ള ചിന്തകൾ ഓരോരുത്തരിലേക്കും കലർത്താൻ അവർ ശ്രമിക്കും. നല്ല മനോഹരമായ ആരാധന കഴിഞ്ഞ ഹൃദയസുഖത്തോടുകൂടി വെളിയിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോ ഈ അബദ്ധചിന്തകൾ കൊണ്ടുവന്ന് വലിയ കാര്യമായിട്ട് അങ്ങ് അവതരിപ്പിക്കും. അതിന്റെ ഉദാഹരണം ഞാൻ മുമ്പേ പറഞ്ഞു തന്നെയാണ്. പലപ്പോഴും പല സാധനങ്ങളും നമ്മൾ വാങ്ങുന്നതിന്റെ കവറിന്റെ ഭംഗി കണ്ടിട്ടാണല്ലോ. അറിവുള്ളവർ അങ്ങനെ ചെയ്യില്ല. എങ്കിലും ഈ ആകർഷണീയത തോന്നാനാണല്ലോ പുറംചട്ട ഇത്ര മനോഹരമാക്കുന്നത്. ഇതുപോലെ ഈ പുറംചട്ടക്കാര് ഈ വിധ കാര്യങ്ങളുമായിട്ട് അങ്ങനെ വലിയ വകുപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. അപ്പൊ ഇത് കേൾക്കുമ്പോ നമുക്ക് അയ്യോ ഇത് ശരിയാണല്ലോ എന്ന് ചിന്ത വന്നു പോയാൽ ഭവിച്ചത് മുഴുവൻ അങ്ങ് ചോർന്നു. അരുതരുതേ മനസ്സേ നീ പോകരുതേ, അറിവ് വിട്ടു അരനിമിഷം പോകരുതേ മനസ്സേ. അങ്ങനെ അന്യതാചിന്തകൾ വരുത്തുന്ന ആ വിധത്തിലുള്ള ദുഷ്ടബുദ്ധികളെ നമ്മൾ അകറ്റിക്കളയണം. ഗുരുവിൽ നിന്ന് ലഭിച്ച അറിവും ആനന്ദവും അങ്ങനെ വർദ്ധിപ്പിക്കുവാനുള്ള ആലോചന ചെയ്യണം. അതാണ് ആ കൽപ്പന ഉണ്ടായത്. ആലോചിച്ച് ആനന്ദ ലോകത്തെ സ്വാധീനമാക്കണം ആത്മാക്കളെ. ആനന്ദലോകത്തെ ഈ ലോകത്തിൽ തന്നെ തെളിയിപ്പാൻ ആത്മനാഥൻ വരുന്നു. ആനന്ദലോകത്തെ ഈ ലോകത്തിൽ തന്നെ തെളിയിപ്പാൻ ആത്മനാഥൻ വരുന്നു. ആത്മജ്ഞാനങ്ങളെ ഓതി ഭവിപ്പിച്ചു ആ ലോകം ആത്മാവിൽ തെളിയിക്കുന്നു. ആത്മജ്ഞാനങ്ങളെ ഓതി ഭവിപ്പിച്ചു ആ ലോകം ആത്മാവിൽ തെളിയിക്കുന്നു. തെളിയിപ്പാൻ അറിവായി നിൽക്കുന്ന ഗുരുവിനെ ആലോകനാഥനായി കണ്ടിടണം. തെളിയിപ്പാൻ അറിവായി നിൽക്കുന്ന ഗുരുവിനെ ആലോകനാഥനായി കണ്ടിടണം.
ജന്മ ജന്മാന്തര ദോഷമൊഴിക്കുവാൻ ആനന്ദ നൃത്തം ഇതൊന്നു മതി. കാളിയനെ വധം ചെയ്ത തൃക്കാലുകൾ നിന്റെ ഉള്ളിൽ നൃത്തം ചെയ്തിടട്ടെ. നൃത്തം ചെയ്തിടട്ടെ. കാളിയനെ വധം ചെയ്ത തൃക്കാലുകൾ നിന്റെ ഉള്ളിൽ നൃത്തം ചെയ്തിടട്ടെ. കാളിയനെ വധം ചെയ്ത തൃക്കാലുകൾ നിന്റെ ഉള്ളിൽ നൃത്തം ചെയ്തിടട്ടെ. അഹല്യയ്ക്ക് മോക്ഷം കൊടുത്തോരു തൃക്കാൽ നിന്നെ ഉള്ളിൽ നൃത്തം ചെയ്തിടട്ടെ. അഹല്യയ്ക്ക് മോക്ഷം കൊടുത്ത തൃക്കാലുകൾ നിന്റെ ഉള്ളിൽ നൃത്തം ചെയ്തിടട്ടെ. അഹല്യയ്ക്ക് മോക്ഷം കൊടുത്ത തൃക്കാലുകൾ നിന്റെ ഉള്ളിൽ നൃത്തം ചെയ്തിടട്ടെ. മൂന്നു ലോകവും വളർന്ന തൃപ്പാദങ്ങൾ നിന്റെ ഉള്ളിൽ നൃത്തം ചെയ്തിടട്ടെ. മൂന്നു ലോകവും വളർന്ന തൃപ്പാദങ്ങൾ നിന്റെ ഉള്ളിൽ നൃത്തം ചെയ്തിടട്ടെ. ആടട്ടെ ആടട്ടെ ആനന്ദമാടട്ടെ ശുഭാനന്ദ രൂപം വാണിടട്ടെ. 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 ഇങ്ങനെ സർവ പാപശാപങ്ങളെയും ജന്മാന്തര ദോഷങ്ങളെയും ഒഴിവാക്കുന്ന ശുഭാനന്ദ നടനം നിന്റെ ഹൃദയത്തിൽ അനുഭവമാകുവാൻ ഈ ജ്ഞാനം ഗ്രഹിച്ചാൽ മതി. ഈ ലോകത്തിൽ എങ്ങും നീ തേടി നടക്കണ്ട. അപ്രകാരം സമ്പൂർണ്ണ മോക്ഷത്തെ അനുഭവമാക്കുവാൻ അവതാരമായി വന്ന ആ അവതാര ഗുരുരൂപത്തെ എന്തെല്ലാം കൊടുത്താലും മതി വരാത്ത വിധത്തിൽ, എങ്ങനെ വർണ്ണിച്ചാലും മതി വരാത്ത വിധത്തിൽ, ഏതെല്ലാം ആഘോഷങ്ങൾ നടത്തിയാലും മതി വരാത്ത വിധത്തിൽ അറിഞ്ഞവർ ഒത്തുചേർന്ന് ഓരോന്നും ഒരുക്കുന്നു, നടത്തുന്നു, മഹാശക്തിയെ സ്വീകരിക്കുന്നു. അങ്ങനെ നടത്തപ്പെട്ട നമ്മുടെ പൂരഞ്ജന്മ നക്ഷത്രം അത് മഹാശക്തി സ്വീകരിച്ചു എന്നതിന്റെ പ്രത്യക്ഷമായ അനുഭവമാണ് നിങ്ങളിൽ ഉണ്ടായ ആനന്ദം. ആ പ്രകാശയാത്ര സമർപ്പിച്ച് നാം വെളിയിലേക്ക് ആഗതനാകുമ്പോ നിങ്ങളോട് അറിയിച്ച പോലെ തന്നെ ആനന്ദ പൂമഴ കണ്ടു, അത് അനുഭവമായി എന്നുള്ളവരൊന്ന് കൈയടിച്ചു കേട്ടാലോ. പ്രകൃതി എന്റെ ഉപകരണമാണ് എന്നുള്ളതിന്റെ സാക്ഷ്യമാണത്. അത് നിങ്ങൾക്ക് പ്രയോജനകരമാം വിധം അനുഭവമാകണമെങ്കിൽ അവിടെ ഇവിടെ നിന്ന് ഗോഷ്ഠി കാണിക്കുകയും വലിയ മേലാളന്മാരായിട്ട് പറയുകയും ചെയ്തിട്ട് കാര്യമില്ല. ആശ്രയിച്ച് പ്രകൃതി പുരുഷനാകുന്ന ഈശ്വരനിൽ നിന്ന് അതിന്റെ സദ്ഗുണങ്ങളെ അനുഭവിക്കുവാൻ തയ്യാറാകണം. ഭഗവാൻ എന്തിനും കഴിവുണ്ട്. ആരെയും രക്ഷിക്കുന്നവനാണ്. മുൻപ് മഴ മാറ്റിയിട്ടുണ്ട്, മഴ തന്നിട്ടുണ്ട്. അങ്ങനെ വീരവാദങ്ങളൊന്നും പറഞ്ഞതുകൊണ്ടായില്ല. മാറ്റമില്ലാത്ത മഹാശക്തി ഇന്നും ലോകത്തിൽ വാഴുന്നു എന്ന് വിശ്വസിക്കുന്ന പരമ്പരകളെ
മഹാശക്തി ഇന്ന് ലോകത്തിൽ വാഴുന്നുവെന്ന് വിശ്വസിക്കുന്ന പരമ്പരകളെ, അങ്ങനെ ആശ്രയിച്ച് ജീവിക്കുന്ന പരമ്പരകളെ, ആശ്രയിച്ച് ജീവിക്കുന്ന പരമ്പരകളെ, ഒത്തൊരുമയോടുകൂടി ഗുരുവിൽ നിന്ന് സദ്ഗുണങ്ങളെ കവർന്നെടുക്കുവാൻ, അപേക്ഷിച്ച് അനുഗ്രഹമായി നേടിയെടുക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കുക. ഗുരുവിൽ നിന്ന് സദ്ഗുണങ്ങളെ കവർന്നെടുത്ത് ഒത്തൊരുമയോടുകൂടി ജീവിക്കുവാൻ നിങ്ങൾ അപേക്ഷിച്ചു. ആശ്രയിച്ച് ആ ഉന്നതമായ ഫലങ്ങളെ അനുഭവിക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കുക. ഉന്നതമായ ഫലങ്ങളെ അനുഭവിക്കുവാൻ, അല്ലാതെ അഹങ്കാരം കൊണ്ടൊന്നും ഗുരുവിൽ നിന്നൊന്നും നേടിയെടുക്കാൻ കഴിയില്ല. അഹങ്കാരം കൊണ്ടൊന്നും ഗുരുവിൽ നിന്നൊന്നും നേടിയെടുക്കാൻ, ആശ്രയിക്കണം, പരിപൂർണ ഭക്തിയോടുകൂടി ആശ്രയിക്കണം. പരിപൂർണ്ണ ഭക്തിയോടുകൂടി ഒത്തൊരുമയോടുകൂടി വന്ന് ഒത്തൊരുമയോട് ഒരു സന്ദർഭം, ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നു, ഒരു നടക്കാൻ പോകുന്നു എന്ന് കാണുമ്പോൾ ഒരു സന്ദർഭം, ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നു, ഒരു കാര്യം നടക്കാൻ പോകുന്നു, അതിന്റെ മുന്നൊരുക്കമായ എന്തെല്ലാം ആവശ്യമുണ്ട്, അതിന്റെ മുന്നൊരുക്കമായ എന്തെല്ലാം കാര്യങ്ങൾ ഒരുക്കപ്പെടണം, ഇതെല്ലാം ചിന്തിച്ച് ഉറപ്പിച്ചുകൊണ്ട് ഒരേ മനസ്സോടുകൂടി വന്ന് ഭഗവാന്റെ മുന്നിൽ ആശ്രയിച്ചാൽ ഒരേ മനസ്സോടുകൂടി വന്ന് തിരുമുമ്പാകെ ഒരു കാലത്തും കൈവിട്ട ചരിത്രമില്ല. ഈ പ്രകൃതി ഉപകരണമായി പ്രവർത്തിക്കുന്നത് പ്രത്യക്ഷമായ അനുഭവമുള്ള എന്റെ ഓമന മിത്രങ്ങളെ, നിങ്ങൾക്ക് തുണയായി നിൽക്കുവാൻ സർവാധികാരം തന്നാണ് നിങ്ങളെയും പ്രകൃതിയെയും നിയോഗിച്ചിരിക്കുന്നത്. ഈ പ്രകൃതിയുടെ സർവാധികാരം മനുഷ്യജന്മങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ പ്രകൃതിയോട് ഇണങ്ങി നിന്ന് പ്രകൃതിയുടെ ഗുണലാവണ്യങ്ങളെ തിരിച്ചറിഞ്ഞ് അത് പ്രകൃതി പുരുഷന്റെ വകയാണെന്നുള്ള ഭക്തിയോടുകൂടി ആശ്രയിക്കുന്നവർക്ക് മാത്രമേ ആ അനുഭവ ഭാഗ്യത്തിൽ എത്തുവാൻ കഴിയുള്ളൂ. ആ അനുഭവത്തിൽ എത്തുവാൻ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആ പ്രകാരം നടത്തപ്പെട്ട കർമ്മങ്ങളെ ഓർത്ത് നമുക്ക് നന്ദിയോടെ പ്രാർത്ഥിക്കാം. ആ പൂരം ജന്മനക്ഷത്ര ദിനത്തിൽ ഒരു ആത്മാവിന് കാഷായ വസ്ത്രം കൊടുത്ത് ആത്മബോധോദയ സംഘാംഗ ആ സന്യാസ സംഘത്തിൽ ചേർത്തു. അദ്ദേഹത്തിന് സ്വാമി കൈവല്യാനന്ദൻ എന്നാണ് നാമകരണം ചെയ്തത്. ഉന്നതമായ ആദർശ കർമ്മം ചെയ്ത് പരിപൂർണതയിൽ എത്തുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അത് കഴിഞ്ഞ് ഈ പൂരത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട നമ്മുടെ ഓഡിറ്റോറിയത്തിൽ 2 വിവാഹങ്ങൾ നടത്തപ്പെട്ടു. ഒന്ന് ബോംബെയിൽ നിന്നും നാസിക്കിൽ നിന്നുമുള്ള വധൂരന്മാരായിരുന്നു. ആ മംഗല്യകർമ്മ വളരെ മനോഹരമായി ആ വേദിയിൽ വെച്ച് നടത്തപ്പെട്ടു. സാധാരണ ഇവിടെ വെച്ച് ഒരു വിവാഹം നടത്തുവാൻ വേണ്ടി അപേക്ഷിക്കുമ്പോൾ ഞാൻ പ്രത്യേകം പറയാറുണ്ട്, ഇവിടെ വലിയ ഒരുക്കങ്ങളൊന്നുമില്ല, ലളിതമായ രീതിയിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് പറയും. പറയുക മാത്രമല്ല, ഇവിടെ കൊണ്ടുവന്ന അലങ്കാരങ്ങൾ വരെ ഞാൻ തിരികെ കൊടുത്തു വിട്ടിട്ടുണ്ട്. വിവാഹത്തിന് ഒരുക്കാൻ കൊണ്ടുവന്ന അലങ്കാരങ്ങൾ തിരികെ കൊടുത്തു വിട്ടിട്ടുണ്ട്. കാരണം ആശ്രമത്തിൻ്റെതായ ആ ഭവ്യതയോടുകൂടി വേണം നടത്തപ്പെടാനെന്നുള്ള ആഗ്രഹത്തിലാണ് അതൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഈ വിവാഹം നടത്തപ്പെട്ടപ്പോൾ നമ്മൾ പൂരത്തിന് വേണ്ടി ഒരുക്കിയിട്ട ആ എല്ലാ സജ്ജീകരണങ്ങളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ നിറവിൽ, ആ ചൈതന്യ നിറവിലാണ് വിവാഹങ്ങൾ നടത്തപ്പെട്ടത്. ആ രണ്ടാമത്തെ വിവാഹം നമ്മുടെ പ്രസിഡന്റ് മാനേജരായി ജോലി ചെയ്യുന്ന രവിഭക്തന്റെ മകനും കാനഡക്കാരി ലോറ എന്ന യുവതിയും തമ്മിലായിരുന്നു. അങ്ങനെ വീണ്ടും ഒരു കനേഡിയൻ വിവാഹം നടത്തപ്പെട്ടു. സർവജ്ഞാനോത്സവത്തിന്റെ സമയത്ത് അങ്ങനെ ഒരെണ്ണം നടത്തപ്പെട്ടിരുന്നു. അന്ന് നാം തന്നെ നേരിട്ട് ആ കുഞ്ഞിനെ സത്യം കേൾപ്പിച്ചു. അതൊരു തുടക്കമാണെന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചു. ഈ പൂരം ജന്മനക്ഷത്രം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം വിവാഹവും കനേഡിയൻ യുവതിക്ക് സത്യോപദേശവും കൊടുത്തിരിക്കുകയാണ്. ആദർശമിത ലോകരംഗത്തേക്ക് വളരുകയാണ്. നമ്മളുടെ കുഞ്ഞുങ്ങൾ പോയി ഓരോ രാജ്യത്തും പ്രവർത്തിപ്പിക്കുന്നു. അത് നമുക്ക് സന്തോഷമാണ്. പക്ഷെ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എന്താണ്? അതാത് രാജ്യങ്ങളിൽ ജനിച്ചു വളരുന്ന സന്താനങ്ങൾ
രാജ്യങ്ങളിൽ ജനിച്ചോടെ അതാത് ഭാഷകൾ സംസാരിക്കുന്ന സന്താനങ്ങൾ ഭാഷകൾ ഈ സംസാരിക്കുന്ന സത്യത്തെ അറിഞ്ഞ് ഈ സത്യത്തെ അറിഞ്ഞ് ഇതിനെ സ്വീകരിച്ച് ജീവിതം ചെയ്യുന്നത് കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. ജീവിതം ചെയ്യുന്നത് കാണണമെന്നാണ്. അതിനിതാ തുടക്കം കുറിച്ചിരിക്കുകയാണ്. വളർന്നു വർദ്ധിക്കുമാറാകട്ടെ. അതുപോലെ അയർലൻഡിൽ 144ാമത് പൂരം ജന്മനക്ഷത്ര സുദിനത്തിൽ തന്നെ 144ാമത് പൂരം ജന്മനക്ഷത്ര ശ്രീ ശുഭം എന്ന് നാമകരണം ചെയ്ത ഭവനത്തിൽ ശ്രീ ശുഭം എന്ന് നാമകരണം ചെയ്ത ഭവനത്തിൽ ശുഭാനന്ദ ദിവ്യരൂപത്തെ പ്രതിഷ്ഠിച്ച് ആ ഉദ്ഘാടന കർമ്മം, പ്രവേശന കർമ്മം നടത്തി. ശുഭാനന്ദ ദിവ്യരൂപത്തെ പ്രതിഷ്ഠിച്ച് പ്രവേശന കർമ്മം നടത്തി. അതും ആദർശത്തിന്റെ ഒരു നാഴികക്കല്ലായി ഞാൻ കണക്കാക്കുകയാണ്. ആദർശത്തിന്റെ നാഴികക്കല്ലായി അവിടെ ഒരു സ്ഥാപനം ഉണ്ടാകാനുള്ള തറക്കല്ലാണ് അവിടെ ഇട്ടപ്പെട്ടത്. ഒരു സ്ഥാപനം ഉണ്ടാകാനുള്ള തറക്കല്ലാണ് അവിടെ ഇടപെട്ടത്. എല്ലാം ഈശ്വരന്റെ നടത്തിപ്പായി കണ്ടുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാം ഈശ്വരന്റെ നടത്തിപ്പായി കണ്ടുകൊണ്ട് ഉന്നതമായ നമ്മുടെ മഹാധാരാസ്തുതിയുടെ വ്രതത്തിന്റെ 6ാമത്തെ ദിനമാണിന്ന്. ഭക്തിയോടുകൂടി വ്രതമനുഷ്ഠിച്ചുകൊണ്ട് എല്ലാവരും വന്നു ചേരുക. ഉന്നതമായി താരാസ്തു നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൽ പങ്കെടുത്ത് ആനന്ദിക്കുവാൻ ഏവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അതുപോലെ 2 പൊന്നോമന തിരുവിടലുകൾ നമ്മളെ വിട്ട് കടന്നുപോയ മെയ് മാസം 17-ാം തീയതി അടുത്തു വരികയാണ്. അത് ഭക്തി നിർഭരമായ ചടങ്ങുകളോടുകൂടി അന്നത്തെ ദിനം ആചരിക്കണമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാം ഭക്തിയോടുകൂടിയും അറിവോടുകൂടിയും നിർവഹിക്കുന്നവരിൽ ആനന്ദരൂപനാകുന്ന ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകും. എപ്പോഴും ഉണ്ടാകും. അത് നിങ്ങൾക്ക് അനുഭവമാകുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇന്നേ ദിവസം എത്തിച്ചേർന്ന് നിങ്ങളെല്ലാം ഞാനിത് ദർശിക്കുകയാണ്. എല്ലാ നേർച്ചകളും സ്വീകരിക്കുന്നു. കഴിഞ്ഞ 2-3 ദിനങ്ങളിലായി സത്യം കേട്ട മനോമന സന്താനങ്ങൾ ഈ ആദർശത്തിൽ കൂടി ജീവിച്ച് ഉന്നതമായ പരമഭാഗ്യത്തിൽ എത്തുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഉന്നതമായ നമ്മുടെ മഹാഗോപുരം അതിന്റെ എല്ലാ ശ്രേഷ്ഠതയോടും കൂടി പൂർത്തീകരിക്കപ്പെടുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ബാംഗ്ലൂർ പ്രദേശത്ത് ഉന്നതമായി ആദർശത്തെ വളർത്തുവാൻ വേണ്ടി കഠിന പരിശ്രമം ചെയ്ത ഒരു കുടുംബത്തിൽ, അതായത് നമ്മുടെ സുഭദ്രാമ്മയുടെയും രാഘവൻ ഭക്തന്റെയും ഭവനത്തിൽ അനേക കാലം അവിടെയാണ് നമ്മൾ ആരാധന നടത്തിക്കൊണ്ടിരുന്നത്. ആ കുടുംബത്തിലെ ഒരു കുഞ്ഞിന്റെ വിവാഹമാണിന്ന്. ആ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ആത്മദീപത്തെ നമ്മൾ സ്വീകരിച്ചത്. ആത്മദീപത്തെ ആരോഗ്യത്തോടുകൂടി കരുതുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കർമ്മികളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. സർവശക്തിയുടെ മഹാകാരുണ്യം നിറഞ്ഞു നിന്ന ഈ ആരാധനയിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. നന്ദിയോടുകൂടി ജീവിച്ച ഒരു ആത്മാവ് ഈ നന്ദി പ്രാർത്ഥന ദിനത്തിൽ എന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കപ്പെട്ടത് ഒരു അത്ഭുതമായി നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. അനേകം കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. സാധാരണക്കാരെക്കാൾ കൂടുതൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. പട്ടിണി കിടന്ന് പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ സ്വന്തമായിട്ട് ആഹാരം പാചകം ചെയ്തും പൂജ ചെയ്തും കഴിഞ്ഞുകൂടിയിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ ഒക്കെ ഉപരിയായി എന്റെ ഹൃദയത്തിൽ എപ്പോഴും ഇടം പിടിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം അറിയിക്കാൻ ഇങ്ങോട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ അങ്ങോട്ട് വിളിക്കുകയോ ചെയ്യുമ്പോൾ ആദ്യം തിരക്കുന്നത് ഭഗവാൻ സുഖമായിരിക്കുന്നു എന്നാണ്. വളരെ അപൂർവ ആളുകൾ മാത്രമേ അങ്ങനെ ചോദിക്കാറുള്ളൂ. കൂടുതൽ ആളുകളും അവരുടെ കാര്യം എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവരിഷ്ടപ്പെടുന്ന പോലുള്ള ഒരു മറുപടിയും സ്വീകരിച്ച ശേഷം സുഖമായിട്ടിരിക്കുന്നു എന്ന് ചോദിക്കും. ഇഷ്ടമുള്ള മറുപടി പറയണോ അതുവരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാതെ ഞാൻ പറയുന്ന മറുപടി സ്വീകരിക്കാനല്ല പലർക്കും ഇഷ്ടം.
മറുപടി സ്വീകരിക്കാൻ എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെയാണ് പലരുടെയും ചിന്ത. അങ്ങനെയാണ് പലരുടെയും എന്നാൽ മാധവാനന്ദ സ്വാമി അങ്ങനെയല്ല. മാധവാനന്ദ സ്വാമി ആദ്യം ചോദിക്കുന്നത് ഭഗവാൻ സുഖമായിരിക്കുന്നോ സ്വാമി എന്ന് ഞാൻ സ്വാമിയായിട്ടിരിക്കുന്ന സമയത്ത് ചോദിക്കുമ്പോൾ അങ്ങനെയാണ് ചോദിക്കുന്നത്. ആദ്യം ചോദിക്കുന്നത് ഭഗവാൻ സുഖമായിരിക്കുന്നോ സ്വാമി എന്നാണ്. സ്വാമിയായിരിക്കുന്ന സന്ദർഭത്തിൽ അത് കഴിഞ്ഞ് ഈ ശരീരത്തിലേക്ക് വാഴ്ച തുടങ്ങിയപ്പോഴും അങ്ങനെ തന്നെ. ശരീരത്തിലേക്ക് വാഴ്ച തുടങ്ങിയപ്പോൾ എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? ഭഗവാൻ ഉണ്ടെങ്കിലേ എല്ലാം ഉള്ളൂ എന്ന അറിവാണ് പ്രവർത്തിക്കുന്നത്. ഭഗവാൻ ഉണ്ടെങ്കിലേ എല്ലാം ഉള്ളൂ എന്നുള്ള അറിവാണ്. ആ അറിവാണ് ഈ ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിച്ചത്. ആ അറിവാണ് ഈ ഉന്നതമായ അങ്ങനെ അറിവോടുകൂടി ജീവിക്കുവാൻ നിങ്ങളെല്ലാം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അറിവോടുകൂടി ജീവിക്കുവാൻ നമ്മളെല്ലാം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. പുണ്യപൂരത്തിൽ പകർന്നു കിട്ടിയ ഈ അനുഭവ ഭാഗ്യം, പുണ്യപൂരത്തിൽ പകർന്നു കിട്ടിയ ഈ അനുഭവം, ഈ ആനന്ദം നഷ്ടമാക്കാതെ സൂക്ഷിച്ച് ജീവിക്കുക. മഹാശക്തി നിങ്ങളോടുകൂടി വാഴുമാറാകട്ടെ. പ്രത്യക്ഷമായി ഇന്ന് താരാസു നടത്തട്ടെ. പ്രത്യക്ഷമായി ഇന്ന് ലോകരക്ഷ ചെയ്യട്ടെ. ദേശരാജ്യങ്ങളിൽ ജീവിക്കുന്നവരെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. യുദ്ധം അവസാനിക്കുവാൻ വേണ്ടി വീണ്ടും വീണ്ടും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ അശാന്തികളും മാറട്ടെ. ശാന്തിയോടും സമാധാനത്തോടും കൂടി ലോകവാസികൾ ജീവിതം ചെയ്യുവാൻ തക്ക വിധം മഹാശാന്തനാകുന്ന സർവശക്തി പ്രത്യക്ഷമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ ഹൃദയങ്ങളെയും ആനന്ദിപ്പിക്കട്ടെ. എല്ലാവർക്കുമായി വാഴുമാറാകട്ടെ.